ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ്. നമുക്ക് ഒരുപാട് പുതിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. കലേഡിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളും സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസും അതുപോലെ അലോക്കേഷ്യ, ഫിലോഡൻഡ്രൻസ് ഒക്കെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കാണാം ഓരോന്നായിട്ട്. നമുക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ചുറ്റും ഭയങ്കര മഴയും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ വെള്ളം വരാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്ലാന്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഇത് പുതിയ വെറൈറ്റി സിങ്കോണിയംസ് ആണ് കേട്ടോ. അപ്പോൾ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നോർമൽ വെറൈറ്റീസ് അല്ല ഇതൊന്നും. അപ്പോൾ സിങ്കോണിയം കളക്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു ചാൻസാണ്. എല്ലാ വെറൈറ്റീസും ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കലേഡിയം പ്ലാന്റ്സിൻ്റെയും ഒരുപാട് ചെറിയ സൈസിലുള്ളതും വലുതൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രോക്കോഡൈൽ ഫേണാണ്. ക്രോക്കോഡൈൽ ഫേണിൻ്റെ കുറച്ച് തൈകളുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നു വരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. മഴ ആയതുകൊണ്ടല്ലേ നമ്മുടെ പറമ്പിലും ചട്ടിയിലൊക്കെ ഉള്ള കലേഡിയത്തിൻ്റെ ബൾബ്സൊക്കെ ഇപ്പോൾ മുളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കലേഡിയം നട്ടുപിടിപ്പിക്കാനും കലേഡിയം നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്ന ഒരു സമയമാണല്ലോ മഴക്കാലം. ഞാൻ ഒരുപാട് കലേഡിയം പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പലതും പല സൈസിലുള്ളതാണ് കേട്ടോ. ചിലത് ചെറുതാണ്, ചിലത് വലിയ സൈസിലുള്ളതാണ്. ഇതുപോലെ ജിഫിയിലുള്ള ചെറിയ കുഞ്ഞു തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊന്നും ഇതിൽ പറയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പ്ലാന്റ് ഏതാണോ അത് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസും റേറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതുപോലെ വലിയ മദർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കളർ വന്നിട്ടുള്ള നല്ല മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതൊന്നും നീ വലിയ സൈസിലേക്ക് മാറാനില്ല. അത്രയും വലിയ പ്ലാന്റ്സാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 300 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് വിത്ത് ഒരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടിരുന്നോളും. ഇതിൻ്റെ തന്നെ 2 കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കളർ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കലേഡിയത്തിൻ്റെ കുറച്ച് ചെറിയ സൈസിലുള്ള തൈകളാണ്. ഇത് ജിഫിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് കേട്ടോ അതിൽ. ഇത് വലിയ പ്ലാന്റാണ്. ഇതും നമുക്ക് ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു സ്റ്റേജിലാണുള്ളത്. ഇത് നല്ല റെഡ് കളറുള്ള കലേഡിയം പ്ലാന്റാണ്. അടുത്തത് ഒരു പിങ്കും ഗ്രീൻ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഇത് നല്ല റെഡ് കേളി ലീഫായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണുള്ളത്. ജിഫിയിലാണുള്ള തൈകളാണുള്ളത് കേട്ടോ. ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് കളറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെയും തൈകളുണ്ട്. എല്ലാ പ്ലാന്റ്സും ഒരുപാടൊന്നും സ്റ്റോക്കില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെയിം പ്ലാന്റ് തന്നെ കിട്ടും. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ ചെറിയ തൈകളും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് ജിഫിയിലാണ്. ഈ റെഡ് കലേഡിയത്തിൻ്റെ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മദർ പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു തൈകൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജിഫിയിലാണ് കേട്ടോ. ഇതിൻ്റെ ജിഫിയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട്സും ബൾബും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കലും ഈ കലേഡിയം പ്ലാന്റ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല കേട്ടോ. ഇതിലെല്ലാം ബൾബ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണത് ചെറിയ പോട്ടിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൊടുത്ത് ചീത്തയാക്കി കളയരുത്. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് പോട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു അലോക്കേഷ്യ വെറൈറ്റിയായ അലോക്കേഷ്യ പോർട്ടെ എന്ന വെറൈറ്റിയാണ്. ഒരുപാട് വലുപ്പത്തിൽ വളരുന്ന ഇലകളും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ചിലരൊക്കെ ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാറുണ്ട്. ഞാനിത് മുറ്റത്തൊരു പറമ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറേ സൈസ് ചെറിയ തൈകളും വലിയ തൈകളൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല സൈസിലുള്ള തൈകളുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ സൈസിലുള്ള
തൈകളുണ്ട്. 2 ലീഫ് 3 ലീഫൊക്കെ ഉള്ള സൈസിലുള്ളതുണ്ട് കേട്ടോ. ഇത് തന്നെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഗ്രോത്ത് ആവും കേട്ടോ വേഗം. നമ്മളൊരു കുഞ്ഞു പൊടിൽ സെറ്റ് ചെയ്താൽ മതി. പിന്നീട് അത് വലിയ സൈസിലേക്ക് വരുമ്പോൾ നമുക്ക് മണ്ണിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ പോട്ടിലും വെച്ച് കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ജിഫിയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ബൾബും റൂട്ട്സും ഒക്കെ നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിലേറെ വലിയ സൈസും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫിലോഡൻഡ്രൻസ് കാണാം. ഫിലോഡൻഡ്രൻ ചോക്കോ എംപ്രസ് അഥവാ ബ്ലാക്ക് പ്ലൂട്ടോ എന്നൊക്കെ പേരുള്ള ഫിലോഡൻഡ്രൻസ് ആണിത്. ഇത് നല്ല വലിയ പ്ലാന്റാണ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഫുൾ ഗ്രോത്ത് ആയിട്ടുള്ളതാണ്. അതിലൊരു വെള്ള പോട്ടിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റൊക്കെ നമുക്ക് വെയിലത്തും മഴയത്തും ഒക്കെ വെക്കാൻ പറ്റും. ഒരു പരിചരണം ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇത് സിങ്കോണിയം 3 കിങ് എന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് സിങ്കോണിയം ഗാലക്സി പാണ്ട, സിങ്കോണിയം ഓറിയോ, സിങ്കോണിയത്തിൻ്റെ കുഞ്ഞു ലീഫായിട്ടുള്ള ഒരു ബുഷി പോട്ടാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട് ഇടാൻ. ഇത് കുറച്ചുകൂടെ ഒരു വലിയ ലീഫാണ്, വൈറ്റ് കളർ തന്നെയായിട്ടുള്ള. ഇതും ബുഷി പോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ നാരോ ലീഫാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ ഓർണമാക്ക് എന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതുപോലെ വരും വലിയ തൈകളാവുമ്പോൾ. ഈ സൈസുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ. ഇത് ജിഫിയിലാണ്. ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ ഓരോ നോർമൽ വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ സിങ്കോണിയത്തിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കൂ. സിങ്കോണിയം ബത്തീക്കാണിത്. സിങ്കോണിയം പ്രേമികൾക്ക് ഇതിൻ്റെയൊക്കെ ചില വെറൈറ്റീസിൻ്റെയൊക്കെ പേരൊക്കെ അറിയുന്നുണ്ടാവും. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതും. അതുപോലെ സിങ്കോണിയം ആൽബോ ആണിത്. ഇതിൻ്റെയും കുറച്ച് തൈകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ ബുഷിയാക്കിയും സിങ്കോണിയം വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് കൂടുതലായിട്ട് വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റാണ്. അടുത്ത് ഫിലോഡൻഡ്രൻ ബില്ലേറ്റ് ആണ്. ബില്ലേറ്റ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ സ്റ്റെമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു ലൈവ് പ്ലാന്റ് ആണെന്ന് തോന്നിക്കുകയില്ല. വലിയ സൈസിലുള്ളതും ഇതുപോലെ കുറച്ച് ചെറിയ സൈസിലുള്ളതൊക്കെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത നമ്മുടെ പരാസവരുടെ ഇത് നല്ല വേരിയേഷനുള്ള നല്ല സൈസുള്ള തൈകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്തി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി വലിപ്പത്തിൽ വരും കേട്ടോ ഇലകൾ. ഇനി വീണ്ടും അലക്കേഷ്യയാണ്. അലക്കേഷ്യ വാട്സോണിയാനാണത്. ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ സൈസുള്ള തൈകൾ തന്നെയാണ്. ഇനി നമ്മുടെ ഒരു പഴയ പ്ലാന്റ് ആണ് കേട്ടോ, അലക്കേഷ്യ ആമസോണിക്ക. പഴയ മോഡലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇലകളും ഒരുപാട് വലിയ ഇലകളാവും. അതുപോലെ തന്നെ വാട്സോണിയനോട് ഒട്ടും ഭംഗി കുറവില്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. ആമസോണിക്ക ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് വലിയ സൈസുള്ള തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഴയത്തും വെയിലത്തൊക്കെ ധൈര്യമായിട്ട് വെക്കുക, അങ്ങനെ നശിച്ചു പോകുന്ന ഒരു വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. ഇനി നമ്മുടെ അലക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന വെറൈറ്റിയാണ്. ഇതും അതേ അധിക വീടുകളിൽ ഉണ്ടായിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പം മഴയൊക്കെ ആയിട്ട് നല്ല ആർത്തുല്ലസിച്ച് വളർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും തൈകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അടുത്തത് ഫിലോഡൻഡ്രൻ ഗ്ലോറിയോസം. ഒരുപാട് വലിയ ഇലകളാവുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ വലിയ തൈകൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ ഫിലോഡൻഡ്രൻ മെലാനോക്രിസം ചെറിയ തൈകൾ അവൈലബിൾ ആണ്. ഫിലോ ജിജാസിൻ്റെയും ചെറിയ തൈകൾ അവൈലബിൾ ആണ്. ഈ സൈസിലുള്ള തൈകളായിരിക്കും കേട്ടോ. നമുക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കുക ഇതിനൊക്കെ ബ്രാൻഡ് ചെയ്യാനും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മഴയൊക്കെ പോയി ഇപ്പോൾ വെയിലായപ്പോൾ ചെടികളിലൊക്കെ നല്ല പുഴുശല്യം ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ അതുപോലെ പ്രശ്നം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണേ.
അപ്പോൾ നമ്മൾ രാവിലെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കാണുകയാണെങ്കിൽ എന്തായാലും ഉറപ്പിക്കുക ഇവിടെ എവിടെയോ പുഴു ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കതിനെ പിടിച്ചിട്ട് കൊന്ന് കളയുക. അതുപോലെ എന്തെങ്കിലും പെസ്റ്റിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമുക്കതുപോലെ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഇലകളും ഈ പുഴുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കലേഡിയം പ്ലാന്റ്സ് നമ്മളതുപോലെ കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറായിരിക്കും കൂടുതലായിട്ട് വരിക. ഇതിൻ്റെ യഥാർത്ഥ കളറും ഭംഗിയൊക്കെ വരണമെങ്കിൽ ഇതിന് സൺലൈറ്റ് എന്തായാലും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നല്ല കളറ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലാന്റൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിൽ. പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.